ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടാലോ. കുറച്ച് ശർക്കര എടുത്ത് ഞാൻ വെള്ളത്തിയിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന് പിന്നെ തുണി കഴുകിയിട്ടായിരുന്നു കേട്ടോ. അപ്പം വൈകുന്നേരമാണ് വിരിക്കുന്നത്. കാരണം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പൊക്കി എടുത്തുകൊണ്ട് വിരിക്കത്തുള്ളൂ. എനിക്ക് പിന്നെ എടുത്തുകൊണ്ട് പോകത്തില്ല കേട്ടോ. ഞാൻ എടുത്ത് ഇങ്ങനെ ബക്കറ്റിൽ ഇട്ട് വെക്കും. അപ്പോൾ പിന്നെ മോളോ മോനോ കൊണ്ടങ്ങ് വിരിച്ചോളും. അങ്ങനെ ആ മോള് പിന്നെ വിരിക്കാനായിട്ട് പോയി. അപ്പോൾ ഞാൻ പുറക്കെ പോയി. പിന്നെ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഥകൾ പറഞ്ഞു. അപ്പോൾ ഇന്ന് ചെറിയൊരു ഓർഡർ ഉണ്ട് കേട്ടോ. ഓർഡർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇത്തിരി ഉണ്ണിയപ്പം എൻ്റെ കൂട്ടുകാരിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ അതുണ്ടാക്കാനുള്ള പുറപ്പാടിലായിരുന്നു. അപ്പോൾ വിചാരിച്ച് ആവുമെങ്കിൽ അങ്ങ് ചെയ്ത് കൊടുക്കാം. നമ്മളെ കയ്യിലൊരു 10 രൂപ ഉണ്ടെങ്കിൽ അതിൻ്റെ വിലയൊന്ന് വേറെ തന്നെയാണല്ലേ. അങ്ങനെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അക്കു അവിടെ കിടന്ന് ബഹളം വെച്ച്. പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ മോളെ തുറന്നു വിടാൻ പറഞ്ഞു. കാരണം അവൻ നമ്മൾ അടുക്കളയിൽ നിൽക്കുവാണെങ്കിൽ ശല്യമൊന്നുമില്ല കേട്ടോ. അത് തറയെ വന്നങ്ങ് കിടന്നോളും. അവനിങ്ങനെ കൂട്ടിക്കിടക്കണ്ട, പുറത്ത് കിടക്കണം. അപ്പം ഞാൻ ഇത് അരിച്ചൊക്കെ വെച്ചിട്ട് നമ്മൾ അരി വെള്ളം വാർത്ത് വെച്ചിരുന്നു. അപ്പം നമ്മൾ ശർക്കര വെച്ചാണല്ലോ അരയ്ക്കുന്നത്. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാനുണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ശർക്കര പാനിക്കകത്ത് നമ്മൾ തേങ്ങ നന്നായിട്ട് അരയ്ക്കും. നന്നായിട്ട് ഒരു ഇഡ്ഡലി പരുവത്തിൽ കേട്ടോ. ഒരുപാടങ്ങ് അരയ്ക്കത്തില്ല. അപ്പം ഞാൻ ഒന്നരച്ചിട്ട് നമ്മൾ ആ പാളയംകുടം പഴം ഉണ്ടല്ലോ അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത്രയും അരിക്ക് 3 പഴമാണ് ചേർത്തത്. വലിയ എന്താ പറയുന്നത് പുളി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് സോഡാപ്പൊടിയും ഉപ്പും ചേർത്തങ്ങ് അരയ്ക്കും. അപ്പോഴത്തേക്ക് ഇവൻ ഇവിടെ ബഹളമാണ്. എന്തിനാന്ന് വെച്ചാൽ അവന് പാല് കാച്ചുന്നെന്ന് വിചാരിച്ചിട്ടേ വൈകിട്ട് കുറച്ച് പാല് കൊടുക്കാറുണ്ട്. അങ്ങനെ കുറച്ച് സോഡാപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. ഇതിന് മുന്നേ ഞാൻ ചെയ്തായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിടയ്ക്ക്. പക്ഷേ ഞാൻ അത് വീഡിയോ എടുത്തില്ല. പിന്നെ അപ്പം ഞാൻ വെച്ചാൽ ഇപ്പോൾ എന്തായാലും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളൊരു പരുവത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് എള്ള് ചേർത്ത് കൊടുത്തു. അപ്പോഴത് നോക്കിയപ്പോൾ തേങ്ങയില്ല കേട്ടോ. എനിക്ക് തേങ്ങ പൊട്ടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പൊളുന്നത്. പക്ഷേ ഇപ്പോൾ ചേട്ടൻ വരാൻ കാത്തു നിന്ന സമയം താമസിക്കുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പോയി പിന്നെ തേങ്ങ പൊട്ടിച്ച്. അപ്പോൾ തേങ്ങ വെള്ളം ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അപ്പത്തിന് ആട്ടി വെക്കണം കേട്ടോ. അപ്പോൾ അത് പിന്നെ മോള് പാത്രമായിട്ട് വന്ന് നിൽപ്പുണ്ട്. അങ്ങനെ തേങ്ങാ വെള്ളവും പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് വെക്കും. നമ്മളെന്നാലും രാത്രിയിൽ ഇന്ന് ആട്ടുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ രാവിലെ പഞ്ചസാര ഇട്ട് തേങ്ങാ വെള്ളം വെച്ചിട്ട് വൈകിട്ടാണ് ആട്ടുന്നത്. അപ്പം ഇന്ന് പിന്നെ രാത്രിയിൽ ആട്ടാമെന്ന് വെച്ചിട്ട് ഞാൻ അതെടുത്ത് വെച്ചു. അവൻ തേങ്ങ പൊട്ടിച്ചുകൊണ്ട് വന്നു. പിന്നെ പുളി മോനും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയെങ്കിലും കുറച്ചൊക്കെ എടുത്തിട്ട് പിന്നെ തേങ്ങാക്കൊത്ത് നെയ്യൊന്നും ഇല്ലായിരുന്നു. വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ മൂപ്പിച്ച് നമ്മൾ മാവിലോട്ട് ഇട്ടത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ദോശ മാവ് കേട്ടോ. ഞാൻ വെച്ച് ഇത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ദോശയും കൂടെ അങ്ങ് രാത്രിത്തേക്ക് ചുട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത് പിന്നീടും കിടന്ന് ചെയ്യണ്ടേ. അപ്പോൾ ഇത് രാത്രി കൊടുക്കാനായിരുന്നു കേട്ടോ. അവൾ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ വന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ചെയ്ത് വെക്കാൻ പറഞ്ഞു. 8 മണിയാകുമ്പോഴത്തേക്ക് വരുത്തതേ ഉള്ളൂ. അപ്പോൾ ഞാനങ്ങനെ മാവെല്ലാം റെഡിയാക്കി വെച്ചു. ഞാൻ അധിക സമയം പൊങ്ങാനൊന്നും വെക്കത്തില്ല കേട്ടോ. കുറച്ച് സമയം വെക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇവന് കുറച്ച് പാല് കാച്ചി വെച്ച് അങ്ങനെ അത് കൊടുക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. കാല് വേദനയുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അല്ലാതെ എനിക്കിപ്പം വേറെ എന്താ പറയുക ആരോഗ്യപരമായിട്ട് പ്രശ്നമൊന്നുമില്ല. കാലിന് എന്താണെന്ന് അറിയത്തില്ല. അതിപ്പം കുറച്ച് ദിവസം കൊണ്ട് നല്ല വേദനയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് അരിയൊക്കെ ഒന്ന് അരിച്ച് വെച്ചിട്ട് നമുക്ക് അപ്പത്തിന് ആട്ടാനുള്ള എല്ലാം റെഡിയാക്കി വെക്കാമെന്ന്. കാരണം തേങ്ങ ഇല്ലാത്തതുകൊണ്ട് പിന്നെ കൊണ്ട് വെച്ചതേ ഉള്ളൂ. ചേട്ടൻ വന്നതിന് ശേഷം പിന്നെ ആട്ടിയത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നമ്മുടെ ഉണ്ണിയപ്പം പൊരിക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അതിനകത്ത് സോഡാപ്പൊടി ഉപ്പ് ഇട്ട് തന്നെ നമ്മൾ അപ്പത്തിനും ആട്ടുന്നത് കേട്ടോ. പക്ഷേ ഞാൻ ആട്ടിയില്ല. ഞാൻ പറഞ്ഞില്ലേ തേങ്ങ എനിക്ക് പുളി എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ട് വെച്ചതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഉണ്ണിയപ്പം എല്ലാം പൊരിച്ച് കഴിഞ്ഞ് അവൾക്ക് കൊടുത്തു വിട്ടതിന് ശേഷമായിരുന്നു ഞാൻ പിന്നെ ആട്ടിയതൊക്കെ കേട്ടോ. അപ്പോഴിതാ പാല് നല്ല തിളച്ച് വന്നപ്പോൾ പിന്നെ അവനും കുറച്ച് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി നമുക്ക് പിന്നെ മുകളിൽ ഇരിക്കാൻ വർഷങ്ങളായത് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെയാണ്. പക്ഷേ എന്നാലും എന്താ പറയുക കുറച്ച് പാടൊക്കെ വീണ് അന്നൊക്കെ ഒത്തിരി പൊരിക്കുമായിരുന്നു. പിന്നെ കുറേ നാൾ ഗ്യാപ്പ് വന്നു. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ പൊരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം ഞാൻ അസുഖം കഴിഞ്ഞ് വന്നതിന് ശേഷം കുറേ നാളായി. പക്ഷേ ഇടയ്ക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം. അത് കുറച്ചേ ഉള്ളൂ. അത് ഞാൻ ചെയ്തായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇത് ഞാൻ എന്തായാലും നിങ്ങളെ കൊണ്ടൊന്നും കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് പൊന്തിയൊക്കെ വന്നായിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിട്ട് വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട് വിളിച്ച് പറഞ്ഞ് കൊള്ളായിരുന്നു. അപ്പോൾ എനിക്ക് ഓർഡർ തന്നത് ഞാൻ. പക്ഷേ അതിനെപ്പറ്റി എന്ന് വെച്ചാൽ തോനെയും ചെയ്യണം. ഞാൻ പിന്നെ അത് ഒന്നും പറഞ്ഞില്ല. കാരണം എൻ്റെ ആരോഗ്യസ്ഥിതി എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറഞ്ഞ് 2 മാസം കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു വയറ്റവും കാലൊക്കെയാണ്. കുറച്ചേ ഉള്ളൂ എന്നാൽ അവൾക്ക് കൊടുക്കാനായിട്ടേ. അപ്പം ഞാൻ ഇപ്പം ഒന്നും പറഞ്ഞില്ല. കാര്യം നമ്മളെ സ്ഥിതി അറിയാൻ പറ്റത്തില്ലല്ലോ. ഇരിക്കുന്ന ഇരിപ്പിലല്ലേ പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നത്. പക്ഷേ ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം കേട്ടോ. ഇങ്ങനെ എന്താ പറയുക പാചകം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം പിന്നെ എനിക്ക് താല്പര്യമാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് അടുപ്പ് ചെറുതല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി നീക്കി കൊടുത്താലേ നമ്മൾ ഉണ്ണിയപ്പം എല്ലാം നല്ല പൊരിഞ്ഞ് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ നടുക്കത്തത് മാത്രം കരിഞ്ഞു പോകും. അപ്പോഴാ എല്ലാം നന്നായിട്ട് തിരിച്ചിട്ട് പിന്നെ ഞാൻ ഈ നടുക്കത്തത് മാറ്റിയിട്ട് സൈഡിലത്തൊക്കെ പിറക്കി നടുക്കിട്ട് അങ്ങനെ മുരിച്ചൊക്കെ എടുത്തു. ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിൽ ഇപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് വാരിയിട്ടാലും മതി. പക്ഷേ ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാൻ നിന്നില്ല. തോനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ. വേറൊരു പാത്രത്തിൽ എണ്ണ തിളപ്പിച്ചിട്ട് ഇങ്ങനെ ഉണ്ണിയപ്പം കോരി ഇങ്ങനെ തിരിച്ചിട്ടിട്ട് അങ്ങോട്ടങ്ങ് ഇടുക. അപ്പം നല്ല മുരിഞ്ഞ് വരികയും ചെയ്യും.
അപ്പം ഞാൻ അവന് പിന്നെ പാലൊഴിച്ച് വെച്ചു. പിന്നെ കുറേ നേരം അവന് ബഹളം കാണത്തില്ല. അപ്പോൾ അടുത്ത രണ്ടാമത്തെ ട്രിപ്പും പൊരിക്കാനായിട്ടൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. പക്ഷേ നന്നായിട്ട് വന്നു. അതായത് അവന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് ഓർഡറും തന്നു. അത് തന്നെ വലിയ സന്തോഷം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മൾ ചുമ്മാതിരുന്നാൽ നമ്മുടെ ജീവിതം ഇങ്ങനെ ചുമ്മാതങ്ങ് പോകത്തില്ല. അതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ പണ്ടും അങ്ങനെ തന്നെ ഓരോരോ ജോലികൾ ചെയ്യും. അതുകൊണ്ട് എനിക്കിപ്പോഴും എന്താ പറയുന്നത്, കുറച്ചുകൂടെയൊക്കെ ആരോഗ്യം ഉണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം. അതിനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ച് എല്ലാം നിർത്തി തരട്ടല്ലേ. അപ്പോൾ പിന്നെ രാത്രിയായി. അവൾക്ക് അവളെല്ലാം മേടിച്ചുകൊണ്ട് പോയി. പിന്നെ ആ ദോശയൊക്കെ ചുട്ടു. മോള് പിന്നെ അവിടെ എല്ലാം വൃത്തിയാക്കി. പിന്നെ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, തേങ്ങയൊക്കെ പൊളുത്തുന്നിട്ട് ചേട്ടൻ പിന്നെ നെത്തോലിയെ കൊണ്ടുവന്ന്, പിന്നെ താടയും കോക്കോലയൊക്കെ ഉണ്ടായിരുന്നു. കോക്കോലയെന്ന് പറയും, ഒരു നീളത്തിലുള്ളൊരു മീൻ. അങ്ങനെ അതൊക്കെ വെട്ടാനായിട്ടൊക്കെ നിന്ന്. പിന്നെ ചേട്ടന് മീൻ വെട്ടും തേങ്ങ പൊളലും ഒക്കെ ചേട്ടൻ്റെ പരിപാടിയാണല്ലോ. പിന്നെ അടുക്കളയിൽ നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഇപ്പോൾ പിന്നെ ഞാൻ തന്നെ ചെയ്യും കുറേയൊക്കെ. എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് വരുമ്പോഴേ പാടുള്ളൂ. അപ്പോഴതാ ഞാൻ നമ്മൾ അരിയൊക്കെ ആട്ടി വെച്ച് ഉപ്പും സോഡാപ്പൊടിയൊക്കെ ഇട്ടാണ് നമ്മൾ ആട്ടുന്നത്. അങ്ങനെ ചേട്ടൻ ഞാൻ പറഞ്ഞു താടയൊക്കെ വെട്ടി നാളത്തേക്കുള്ളതാണ്. എല്ലാം വെട്ടി പൊരിക്കാനുള്ളത് വേറെ, കറിയൊക്കെ ഉള്ളത് വേറെ, അങ്ങനെ മാറ്റി മാറ്റി നമുക്കിനി ഫ്രിഡ്ജിൽ വെക്കണം. അപ്പം അരിയെല്ലാം ആട്ടി വെച്ചു കേട്ടോ. പിന്നെ കപ്പി വാച്ചി വെച്ചേക്കുന്നേ ഉള്ളൂ. അതിന് നന്നായിട്ട് തണുക്കണം. അതിന് ശേഷം നമ്മൾ മാവിലിട്ട് കുഴക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഓക്കേ, ബൈ.